നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം ദ ഹിന്ദു ദിനപത്രത്തിന് കൈമാറിയതിന് പിന്നിൽ ആസൂത്രിത നീക്കമെന്ന് സൂചന. വിവാദ പരാമർശം ലേഖികയ്ക്ക് അയച്ചു കൊടുത്തത് ആലപ്പുഴയിലെ CPM നേതാവിന്റെ മകൻ. വിവാദ പരാമർശം കൈമാറിയത് മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എന്നതിൽ പാർട്ടിയിൽ ആശങ്ക. വിവാദ വിഷയങ്ങൾ കത്തിപ്പടരുന്നതിനിടെ കേരളം വീണ്ടും ഉപതിരഞ്ഞെടുപ്പിലേക്ക്. ഉപതിരഞ്ഞെടുപ്പ് പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും. തിരഞ്ഞെടുപ്പ് തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിക്കും. മുന്നൊരുക്കത്തിൽ സംസ്ഥാനത്ത് മുന്നണികൾ. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറി ഉടമ മനാഫിനെ ഒഴിവാക്കും. മനാഫിനെതിരെ കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് FIR-ൽ ഉൾപ്പെടുത്തിയതെന്ന് പോലീസ്. ബധിരനും മൂകനും എന്ന പ്രയോഗം അനൈതികവും അപക്വവുമാണെന്ന് ഹൈക്കോടതി. ഈ പ്രയോഗം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിന്ദ്യമാണെന്നും കോടതി. ബധിരനെന്നോ കേൾവിക്കുറവുള്ള ആളെന്നോ ഉപയോഗിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരജ് പാർട്ടിയുടെ വോട്ട് ഭിന്നിപ്പിക്കൽ തന്ത്രം നേരിടാൻ RJD പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ സഹായം തേടും. തിരഞ്ഞെടുപ്പിൽ RJDയുടെ പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക പ്രൊഫഷണൽ ഏജൻസി. സർക്കാരിനെ വിമർശിച്ചെന്ന പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഉത്തർപ്രദേശ് സർക്കാരിലെ ജാതി സമവാക്യത്തെക്കുറിച്ച് ലേഖനമെഴുതിയ അഭിഷേക് ഉപാധ്യക്കെതിരായ അറസ്റ്റ് കോടതി തടഞ്ഞു. ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും ഖമേനി. ആയത്തുള്ള അലി ഖമേനിയുടെ പരാമർശം ഇറാനും തീവ്രവാദ സംഘടനകളും വലിയ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ. പ്രകോപിപ്പിച്ചാൽ ആണവായുധം ഉപയോഗിച്ച് ദക്ഷിണ കൊറിയയെ തകർക്കുമെന്ന ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉൻ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സോളിന്റെയും ദക്ഷിണ കൊറിയയുടെയും അന്ത്യമായിരിക്കുമെന്നും കിം ജോങ് ഉൻ. ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ചതോടെ വിമാന കമ്പനികൾ UK-യിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി. എമിറേറ്റ്സും ഫ്ലൈ ദുബായും UK ബൗണ്ട് ഫ്ലൈറ്റുകൾ പലതും റദ്ദു ചെയ്തു. ഖത്തർ എയർവേസ് റൂട്ട് മാറ്റി പറന്നു. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരത്തിനുള്ള 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. സച്ചിൻ ബേബി നായകനായ ടീമിൽ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയില്ല. തമിഴ്നാട് താരം ബാബ അപരാജിതും വിദർഭ താരം ആദിത്യ സർവേദയും കേരളത്തിനായി കളിക്കും. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.